ഇടുക്കിയിൽ നിർണായക നീക്കം പി വി അൻവർ നടത്തുന്ന വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ടി വി പ്രസാദ്, ആ ഒരു സമയം കൊണ്ട് ഞാനൊന്ന് സന്ദീപ് രാജാക്കാട്ടിലേക്ക് പോകും. ആ സമയം കൊണ്ട് ചലോ ഒട്ടുപുര. ഓക്കെ, അപ്പോ ഞാനും വിനേഷും കൂടി ഈ വാർത്തയെന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ബാക്കി എല്ലാവരും ചലോ ഒട്ടുപുര. അപ്പോൾ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനുമായി പി വി അൻവർ MLA നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടതു വിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് DMK-ക്ക് ഇടുക്കിയിൽ അനൌദ്യോഗിക ജില്ലാ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. തൊടുപുഴയിലും കട്ടപ്പനയിലും രഹസ്യ യോഗങ്ങളും ചേർന്നിരിക്കുകയാണ്. സന്ദീപ് രാജാക്കാട് നമുക്ക് പോയെത്തുന്നു. സന്ദീപ് രാജാക്കാട്, ഗുഡ് മോർണിംഗ് ഫ്രം ടീം അനന്തപുരം. ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല തകർക്കുകയാണെന്ന് കണ്ടു. അതുകൊണ്ട് മനോഹരമായിരുന്നു. കവിതകളൊക്കെ കേട്ട് രാവിലെ റിപ്പോർട്ടിംഗ് തുടങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ ആ ഒരു പൊളി വൈബ് അങ്ങ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പൊളി വൈബിലേക്ക് സന്ദീപിന് സ്വാഗതം. അവിടെ വൈബാക്കാനായി നമ്മുടെ പി വി അൻവർ MLA ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. നേരത്തെ മുതൽ തന്നെ പല കരുനീക്കങ്ങളുമുണ്ട്. ഈ കരുനീക്കം വിജയിക്കുമോ? തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ ഇടുക്കിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പി വി അൻവർ ഇടുക്കിയിൽ ഒരു തേരോട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി നിരവധി ആളുകളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷത്ത് ഇടഞ്ഞു നിൽക്കുന്ന ചില വിമത നേതാക്കന്മാരുണ്ട്. അവരെ ഒപ്പം ചേർത്തുകൊണ്ട് കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് പി വി അൻവർ ഇടുക്കിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകും എന്നതടക്കമുള്ള രാജേന്ദ്രൻ്റെ നിലപാട്. ഞാൻ അത്തരത്തിലൊരു നിലപാട് ചിലപ്പോൾ സ്വീകരിച്ചാലും തെറ്റു പറയാനാകില്ല എന്നൊക്കെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രൻ മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ആ രാജേന്ദ്രനെ കൂടി ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം പി വി അൻവർ നടത്തിയിട്ടുണ്ട്. ഈ രാജേന്ദ്രനുമായി ഒരു തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാറിന് സമീപത്ത് വെച്ചായിരുന്നു. എന്നാൽ പ്രോപ്പർ മൂന്നാറിന് സമീപത്ത് വെച്ച് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മറ്റു പലരുമായി ഇടുക്കിയിലെ പല നേതാക്കന്മാരുമായി പലതവണ അൻവർ ഇടുക്കിയിലെത്തി നേരിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അനൗദ്യോഗിക ഇടുക്കി ജില്ലാ കമ്മിറ്റി DMK-ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൻ്റെ പേര് വിവരങ്ങൾ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുവാൻ അൻവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ രഹസ്യ നീക്കമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. മറ്റു പല ആളുകളുമായിട്ട് ഈ രാജേന്ദ്രൻ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുമോ? ആദ്യഘട്ടത്തിലൊക്കെ രാജേന്ദ്രൻ പറഞ്ഞിരുന്നത് BJP-യുടെ ഒരു നിലപാട്, ആ ഒരു നിലപാടല്ല, തൻ്റെ രാഷ്ട്രീയം അതല്ല, താൻ ചില രാഷ്ട്രീയ ഇല്ലെങ്കിൽ ആശയങ്ങൾക്ക് ഒത്തുപോകുന്നവരാണ് എന്നുള്ളത് ഒക്കെ രീതിയിലായിരുന്നു രാജേന്ദ്രൻ്റെ പറച്ചിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാൽ പോലും ജാവ്ദേക്കറുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തി ആ ഒരു BJP പ്രവേശനത്തിൻ്റെ സാധ്യത തള്ളിക്കളയാതെ തന്നെ രാജേന്ദ്രൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പി വി അൻവറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ ഒരു സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കേഡർ പാർട്ടി സെറ്റപ്പിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ ആശയപരമായി തന്നെ ചേർന്ന് നിൽക്കാൻ കഴിയും എന്ന ഒരു ധാരണയിലേക്ക് എത്തിയാൽ രാജേന്ദ്രൻ ഒരു പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇടുക്കിയിലെ പല ആളുകളും CPM-നായാലും CPI-ക്കുള്ളിലായാലും വിവിധ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അവരെ ഒക്കെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ഇടുക്കിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് അൻവർ ശ്രമിക്കുന്നത്. അതിനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ രാജേന്ദ്രൻ്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജേന്ദ്രൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത്. കാരണം കുറേ കാലങ്ങളായി നടക്കുന്ന ഒരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രാജേന്ദ്രൻ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും താൻ പാർട്ടിയാണെന്ന് പറയുമ്പോഴും പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ ഉന്നയിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും അൻവർ ഇടുക്കി പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള തേരോട്ടം അതിശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ അടുത്ത നാളുകളിലായിട്ട് ഇടുക്കിയിലേക്ക് നിരന്തരം എത്തിയിരുന്നു. ഒപ്പം തന്നെ തൊടുപുഴയിലും കട്ടപ്പനയിലും വിവിധ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും യോഗങ്ങൾ ചേരുകയും ചെയ്തിരുന്നു. അതിനുശേഷമാകാം ഒരുപക്ഷെ ചിലപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയാകാം ഈ അനൗദ്യോഗിക ജില്ലാ കമ്മിറ്റി എന്ന നിലപാടിലേക്ക് എത്തുകയും ആ അനൗദ്യോഗിക ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ഉണ്ട് എന്ന് അൻവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇടുക്കിയിൽ നിന്ന് പല ആളുകളും അൻവറിനൊപ്പം എത്തുമെന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇടതുപക്ഷത്തെ CPI-CPM പാർട്ടിക്കുള്ളിൽ അത് വലിയ ചർച്ചയാകും. കാരണം ഇടതുപക്ഷത്തു നിന്നുള്ള വിമതരെ ഒപ്പം നിർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അൻവറിനുള്ളത്. അത് ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെ ഒപ്പം നിർത്തുക, എന്നാൽ ജന അംഗീകാരമുള്ള ഇല്ലെങ്കിൽ ജനങ്ങൾക്കുമായി ബന്ധമുള്ള അടുപ്പമുള്ള ആളുകളെ ഇങ്ങനെ വലവീശി ഒപ്പം എത്തിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് അൻവർ എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും അതിൻ്റെ ഒരു ആദ്യഘട്ടം കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അനൗദ്യോഗിക ജില്ലാ കമ്മിറ്റി നിലവിൽ വരികയും ഒപ്പം തന്നെ രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. സുജയ.